ബിജുചേട്ടാ നമസ്കാരം. നമസ്കാരം. ബിജുചേട്ടാ, കഴിഞ്ഞ ദിവസം നമ്മൾ ഇസ്രായേലും ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിനിടയിൽ ഒരു കരാർ ഉണ്ടായിരിക്കുന്നു. ഇത് സംഭവിച്ചിരിക്കുന്നു. ഇത് ട്രംപ് ഏകപക്ഷീയമായിട്ട് പ്രഖ്യാപിച്ച ഒരു കരാറല്ല. ട്രംപിന്റെ സ്വഭാവം അങ്ങനെയാണ്. ട്രംപ് എല്ലാ ദിവസവും രാത്രി ഏകപക്ഷീയമായിട്ട് ഞങ്ങൾ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു, ഇറാൻ ഉടനെ ഞങ്ങൾക്ക് യുറേനിയം നൽകും, ഇറാൻ ഞങ്ങളുടെ കാൽക്കൽ വന്നു, അവിടെ ഉടനെ റെജീം ചേഞ്ച് ഉണ്ടാവും, അമേരിക്കയുടെ വഴിയെ ഇറാൻ തിരിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇടാറുണ്ട്. രാവിലെ ആകുമ്പോൾ ഇറാൻ അതെല്ലാം കൂടെ ചുരുട്ടി കൂട്ടിയെടുത്ത് തോട്ടിലേക്ക് എറിയാറുമുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ആക്രമണങ്ങളുടെ പരമ്പരയാണ്. ഒരു ദിവസം തന്നെ കഴിഞ്ഞ ദിവസം അങ്ങനെയല്ല സംഭവിച്ചത്. കഴിഞ്ഞ ദിവസം കരാറായിരിക്കുന്നു എന്ന് ട്രംപ് പറഞ്ഞു. അപ്പോൾ ഇറാനും അത് ഏകദേശം സമ്മതിച്ചു. അതെ, കരാറായിരിക്കുന്നു, ആ കരാറിന്മേൽ നമ്മൾ ചർച്ച ചെയ്യുകയാണ്, ഇനി അത് ഒപ്പിടേണ്ടത് മാത്രമേ ആവശ്യമുള്ളൂ എന്ന് ഇറാൻ പറഞ്ഞിരിക്കുന്നു. ലോകം സന്തോഷിക്കുന്നു. ഓഹരി വിപണി കുതിച്ചുയരുന്നു, സ്വർണത്തിന്റെ വില അല്പം ഉയരുന്നു, വലിയ രീതിയിലുള്ള സന്തോഷം എങ്ങും പരക്കുന്നു. പക്ഷെ ഇന്നായപ്പോഴേക്കും സാഹചര്യങ്ങൾ കുറച്ചുകൂടെ സങ്കീർണമായിരിക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ കരാർ എത്രത്തോളം പ്രാവർത്തികമാക്കാനായിട്ട് അമേരിക്കയ്ക്കും ഇറാനും സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോ അബ്ബാസ് അറാഖ്ചി, ഇറാന്റെ മന്ത്രി, പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കരാർ നോട്ട് ഈവൻ ക്ലോസർ ടു അവർ വിഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത് ഞങ്ങളുടെ കാഴ്ചപ്പാടുമായിട്ട് എങ്ങും എത്താത്ത ഒരു കരാറാണ് ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്നതെന്ന് ഇറാൻ പറയുന്നു. എന്നാൽ പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത് ഈ കരാർ കൊണ്ട് അമേരിക്കയ്ക്ക് ഒരു ഗുണവും ഇല്ല, അമേരിക്ക ഈ കരാർ വയ്ക്കുന്നത് കൊണ്ട് യാതൊരുവിധ പ്രയോജനവും അമേരിക്കയ്ക്ക് വരാൻ സാധ്യതയില്ല എന്ന് അവർ പറയുന്നു. അതായത് രണ്ടുപേർ പറയുന്നത് ഈ കരാർ കൊണ്ട് നമ്മൾക്ക് രണ്ടുപേർക്കും ഒരു ഗുണമില്ല. ഇറാൻ പറയുന്നത് ഈ കരാർ ഞങ്ങൾ പറഞ്ഞ കാര്യമായിട്ട് വില ബന്ധം പോലുമില്ല. അമേരിക്കയിലെ മാധ്യമങ്ങൾ പറയുന്നത് ഈ കരാർ കൊണ്ട് അമേരിക്കയ്ക്ക് ഒരു ഗുണവുമില്ല. അതിനിടയിൽ ഇസ്രായേലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം സൃഷ്ടിക്കാൻ പോകുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഇസ്രായേലിനാണെങ്കിൽ നെതന്യാഹുവിനെ അറിയിക്കാതെ ആണ് ഈ കരാറിലേക്ക് ട്രംപ് ഇറങ്ങിയിരിക്കുന്നത്. ഞെട്ടിയിരിക്കുകയാണ്, ഞെട്ടൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൽ യാതൊരുവിധ റോളും ഇല്ല എന്നാണ് ഞങ്ങളുടേതായിട്ടുള്ള ആക്രമണം ഒരുപക്ഷെ ഒരുപടി കൂടുതൽ ശക്തമായിട്ട് ഞങ്ങൾ തുടരും എന്നുള്ള നിലപാടിലാണ് ഇസ്രായേൽ നിൽക്കുന്നത്. അതായത് മൂന്ന് പേരും മൂന്ന് ആംഗിളിലോട്ട് വലിക്കുകയാണ് എന്നുള്ളതാണ്. രണ്ടുപേരെങ്കിലും ഒരു ആംഗിളിലോട്ട് വലിച്ചാൽ മൂന്നാമനെ നമുക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് വിചാരിക്കാം. പക്ഷെ ഇത് മൂന്ന് പേരും മൂന്ന് ആംഗിളിലോട്ട് ഒരു പേപ്പർ കഷ്ണം വലിച്ചു കഴിഞ്ഞാൽ ആ പേപ്പർ കീറിപ്പോകും എന്നുള്ളതല്ലാതെ വേറൊരു ഗുണവും വരാനില്ല. കീറിയ പേപ്പർ പിന്നെ സെല്ലോ ടേപ്പ് വെച്ച് പോലും ഒട്ടിക്കാൻ പറ്റില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. അതിനിടയിൽ ഇന്ത്യയുടെ ഒരു വമ്പൻ നീക്കം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ രാഹുൽ ഗാന്ധി ഇവിടെ കിടന്ന് വലിയ ബഹളമായിരുന്നു. രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതിയല്ലോ. രാഹുൽ ഗാന്ധി വലിയ ബഹളം. അപ്പോ അമേരിക്ക എന്ന് പറയാൻ പോലും നരേന്ദ്രമോദിക്ക് കഴിയുന്നില്ല. ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടതിന് ശേഷം രാഹുൽ ഗാന്ധി പറഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സംഭവം എന്ന് പിന്നീട് റിപ്പോർട്ടുകളിലൂടെ വ്യക്തമാകുന്നുണ്ട്. മാർക്കോ റുബിയോയെ വിളിച്ചിട്ട് ആദ്യം ഒരു താക്കീത് നൽകി, രണ്ടാമത് മാർക്കോ റുബിയോയെ വിളിച്ചിട്ട് ശക്തമായിട്ട് ഇന്ത്യ തങ്ങളുടെ പ്രതിരോധം അറിയിച്ചിട്ടുണ്ടെന്നുള്ള വാർത്ത പുറത്തു വരുന്നു. അതിനുശേഷം പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് ഞങ്ങളല്ല ചെയ്തത്, ഇത് ഇറാനാണ് ചെയ്തത്, ഞങ്ങളെ നിങ്ങൾ ക്രൂശിക്കരുത് എന്ന് പറഞ്ഞ് അമേരിക്ക ഇന്ത്യക്ക് മുന്നിൽ പ്ലീഡ് ചെയ്യുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ചേർത്ത് വായിക്കേണ്ട വേറൊരു കാര്യം കൂടെ ഉണ്ട്. യുദ്ധത്തിൽ നിന്ന് ഒരിക്കലും ട്രംപിന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വെനിസ്വേലയെ വീണ്ടും ട്രംപ് ആക്രമിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. കുപ്രസിദ്ധ മയക്കുമരുന്ന് കാർട്ടൽ തലവൻ നീനോ ഗൊഗോറോയെ കൊന്നൊടുക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് വേറൊരു ഭാഗത്തൂടെ പുറത്തു വരുന്നത്. അപ്പം മൊത്തത്തിൽ ഈ കരാറിന്റെ കാര്യത്തിൽ ഒരു അനിശ്ചിതാവസ്ഥ നിലനിൽക്കുകയാണ് എന്നാണ് പല ആൾക്കാരും പറയുന്നത്. ആ ആക്രമണം നിലയ്ക്കില്ല എന്ന് പറയാനുള്ള കാരണം ഹോർമൂസ് കടലിടുക്കിൽ ഇവർ സൈനിക വിന്യാസം ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ കരാർ അപ്രസക്തമാകാൻ പോകുന്നു എന്ന് ഇവർ പറയുന്നത്? എന്തൊക്കെയാണ് ഈ കരാറിലെ വ്യവസ്ഥകൾ? ഇവർക്ക് ആർക്കും ഒന്നും ലഭിക്കാത്ത ഒരു കരാറാണോ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? ഇതിനകത്ത് ഈ കരാർ കൂടുതൽ ചർച്ചയായി മാറുന്നതിന് ഒരു പ്രധാന കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഇറാനിയൻ മാധ്യമങ്ങൾ ഈ കരാറിന്റെ രൂപം ചോർത്തി അത് മാധ്യമങ്ങളിൽ വാർത്തയാക്കി പ്രചരിപ്പിച്ചു. ഇതോടുകൂടി തന്നെയാണ് അമേരിക്കയിലും ഇറാനിലും പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അതിന് തൊട്ടു പിന്നാലാണ് അറാഖ്ചി പറയുന്നത് മാധ്യമങ്ങൾ കുറച്ചുകൂടെ ആത്മസംയമനം പാലിക്കണം, ഇതൊന്നും അല്ല കരാറിൽ പറഞ്ഞ കാര്യം എന്നാണ് പറയുന്നത്. പക്ഷെ ഇത് അമേരിക്കയിലും വലിയ കൊള്ളൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പൊ അവര് പറയുന്നത് ഈ കരാർ കൊണ്ട് അമേരിക്കയ്ക്ക് നഷ്ടമേ ഉണ്ടാകും. അതിനകത്ത് ഞാൻ ചില ഹൈലൈറ്റ് ആയിട്ടുള്ള 14 കാര്യങ്ങളാണ് അവർ മുൻപോട്ട് വെച്ചിരിക്കുന്നത്. അതിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം. അതിലൊന്ന്, $30 ബില്യൺ അമേരിക്ക ഇറാന് കൊടുക്കണം നഷ്ടപരിഹാരമായിട്ട്. അവരുടെ 2400 കോടി രൂപ തടഞ്ഞു വെച്ചത് വിട്ടുകൊടുക്കണം. പിന്നെ അത് ഘട്ടം ഘട്ടമായിട്ട് വിട്ടുകൊടുത്താൽ മതി. ഹോർമുസിലുള്ള ഉപരോധങ്ങൾ പിൻവലിക്കണം. അതുപോലെ തന്നെ ഈ പറയുന്ന അവർക്ക് ഈ എണ്ണ കയറ്റിവിടാനുള്ള ഉപരോധം നീക്കണം. ഇതൊക്കെയാണ് അത് പ്രധാന ഡിമാൻഡുകൾ. അതിനകത്ത് ഏറ്റവും കൗതുകരമായ കാര്യം, ആണവ ആയുധത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആണവോർജത്തെക്കുറിച്ചോ ഒരക്ഷരം അത് പറയുന്നില്ല. ഇവിടെയാണ് ഇസ്രായേൽ ഉടക്കുന്നത്.
അമേരിക്കക്കാർ ചോദിക്കുന്നുണ്ട്. ഇതിനകത്ത് ഒരു മെച്ചവും ഇല്ല, അമേരിക്ക അങ്ങോട്ട് പൈസ കൊടുക്കണം എന്നുള്ളത്. ട്രംപ് ആയതുകൊണ്ട് പൈസ കൊടുക്കുകയോ ഇല്ലെന്നുള്ളത് ദൈവത്തിന് അറിയാവുന്ന കാര്യം മാത്രമാണ്. അപ്പം ഇതൊക്കെയാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്ന ഒരു ഡിമാൻഡ്. ഇതിന്റെ പേരിലാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നതും ജനീവയിൽ വെച്ച് ഇത് ഒപ്പിടുമെന്നും പറയുന്നത്. പക്ഷെ ആദ്യം കേട്ടത് അങ്ങനെയല്ല, ഒരു ധാരണ മാത്രമേ ഉള്ളൂ. അതായത് 60 ദിവസത്തേക്ക് വെടിനിർത്തൽ, 30 ദിവസത്തിന് ഹോർമുസിന്റെ ഈ നാവിക ഉപരോധം പിൻവലിക്കൽ, പിന്നെ ഇവരുടെ തടഞ്ഞു വെച്ചിരിക്കുന്ന പൈസയിൽ കുറച്ച് പൈസ കൊടുക്കുക. ഇപ്പോഴത് മാറി $24 ബില്യൺ കൊടുക്കാവുന്ന ഒരു ധാരണ എത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത് മുമ്പ് നമ്മളുടെ ഈ ചാനലിൽ കൂടെ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമുണ്ട്. നമ്മളല്ല, കുറച്ചധികം മാധ്യമങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ $12 ബില്യൺ ഖത്തർ ഇറാന് കൊടുത്തു എന്നൊരു വാർത്ത വന്നിരുന്നു, കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഖത്തർ അത് നിഷേധിച്ചു. ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഇറാന്റെ സ്വത്തുക്കൾ ലോകം മുഴുവനുണ്ട്. ഈ പൈസ, ഈ 2400 കോടി രൂപ ഇപ്പൊ ഈ സ്വത്തുവകകൾ മരവിപ്പിച്ച് നീക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയും പെടും. നമ്മൾ $7 ബില്യൺ ഇറാന് കൊടുക്കാനുള്ളത്. ചൈന പെടും. ചൈന 11 ബില്യൺ ആണ് കൊടുക്കാനുള്ളത്. ഏറ്റവും കൂടുതൽ കൊടുക്കാനുള്ളത് ജപ്പാനൊക്കെയാണ്, 15-16 ബില്യൺ കൊടുക്കാനുണ്ട്. ഇറാഖ് കൊടുക്കാനുണ്ട്. ഏറ്റവും കുറച്ച് കൊടുക്കാനുള്ള രാജ്യം ഏതാണെന്ന് വെച്ചാൽ അമേരിക്ക, 1.1 ബില്യണേ ഉള്ളൂ. ഇതെല്ലാം തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം നമ്മളും പെടും, എല്ലാവരും പെടും. അതുകൊണ്ട് ഇത് ഉടനെ ഒന്നും ഇത് കിട്ടുമെന്ന് തോന്നുന്നില്ല. അത് പിന്നെ വേറെ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ കൈമാറ്റം ചെയ്തൊക്കെ ഇന്ത്യ അഡ്ജസ്റ്റ് ചെയ്യുമായിരിക്കും അത്. പക്ഷെ ഇപ്പോൾ $24 ബില്യൺ കൊടുക്കാൻ തീരുമാനമുണ്ട്. അതിൽ ഏതാണെന്ന് വെച്ചാൽ 12 ബില്യൺ അത് നിലവിൽ UAE ഉണ്ട്. അവരുടെ UAE-ലും ഉണ്ട് ഇവർക്ക്. UAE $3 ബില്യൺ നിലവിൽ കൊടുത്തു എന്നൊരു വാർത്ത വരുന്നുണ്ട്. UAE ഇപ്പൊ അത് നിഷേധിച്ചിട്ടുണ്ട്. അതായത് ഇതിനകത്ത് രഹസ്യമായിട്ടൊരു ക്യാഷ് ഡീലിംഗ്സ് നടന്നിട്ടുണ്ട്. ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇറാന് പല വഴിക്ക് ട്രംപ് പൈസ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും ട്രംപ് പറയാതെ UAE-യും ഖത്തറും ഒന്നും കൊണ്ട് ഇറാന് പൈസ കൊടുക്കില്ല. കാരണം ഇനിയിപ്പോ ഇന്ത്യ അടുത്തും ചൈന അടുത്തും ഈ പൈസയൊക്കെ നിങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞ് ട്രംപ് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇറാൻ അവകാശപ്പെട്ട പൈസ തന്നെയാണത്. കൊടുക്കെന്ന് പറഞ്ഞാൽ ഇപ്പൊ എടുത്ത് കൊടുക്കാനൊന്നും നടക്കുന്ന കേസും അല്ലത്. അപ്പൊ അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എന്ത് പറ്റും? ഈ $30 ബില്യൺ ട്രംപ് കൊടുക്കാൻ സാധ്യതയില്ല. അമേരിക്ക കൊടുക്കേണ്ട തുകയാണ്. അത് കൊടുക്കണമെന്നാണ് ഇറാൻ ആവശ്യപ്പെട്ടത്. അതിന് പകരം ഒരുപക്ഷെ അമേരിക്ക ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, ഇവരുടെ ചിലപ്പോൾ ഇളവ്, ഈ എണ്ണ കയറ്റുമതി ചെയ്യാനുള്ള ഇളവ് അനുവദിച്ചു കൊടുക്കുമായിരിക്കും. ആ ഇളവ് അനുവദിച്ചു കൊടുക്കുന്നതിലും സംശയം നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ ട്രംപ് ഒരു കച്ചവടക്കാരനാണ്. അമേരിക്ക ഫസ്റ്റ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞാലും എന്റെ ഫാമിലി ഫസ്റ്റ്, ഇന്നലെ ധനുഷാണെന്ന് തോന്നുന്നു പറഞ്ഞത്, അമേരിക്കയിലെ പിണറായി വിജയനാണെന്ന്. മക്കളെ വലിയ സ്നേഹമാണ് അമേരിക്കയിലെ പിണറായി. അപ്പൊ ഇദ്ദേഹത്തിന്റെ മകളും മരുമകനും ഒക്കെ വലിയ ബിസിനസ്സുകാരാണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ അവരുടേതായ ചില കമ്പനികൾ അതും കൂടെ വെച്ചിട്ട് ഈ ഇറാനിലുള്ള എണ്ണ കമ്പനികളോട് ഒരു ധാരണ ഉണ്ടാക്കി എണ്ണ കച്ചവടത്തിനാണ് പുള്ളി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മഡൂറോയെ പോലെ, വെനുസുലയെ പോലെ ഒറ്റയടിക്ക് ആ രാജ്യം പിടിച്ചെടുത്ത് എണ്ണ കച്ചവടം ചെയ്യാൻ കഴിയില്ല. പകരം ഇവിടെ കടന്നുകൂടുക എന്നുള്ളതാണ്. കടന്നുകൂടിക്കൊണ്ട് ഷെയറിൽ വെച്ചിട്ട് പോവുക. ഇപ്പൊ ഈ മിഡിൽ ഈസ്റ്റിൽ ഒക്കെ, GCC കൺട്രീസിലൊക്കെ അമേരിക്കൻ കമ്പനികളാണല്ലോ. ഇത്തരത്തിൽ ഇറാനിൽ കൂടെ പണി നടത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഇതാണ് അടുത്ത ഒരു കോൺട്രവേഴ്സിക്ക് കാരണമായി മാറിയിരിക്കുന്നത്. ഇവിടെയാണ് ഇസ്രായേൽ പറയുന്നത് ഇതിനകത്ത് ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ലാത്തൊരു കരാറ്, അതിനകത്ത് ലെബനനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാത്തൊരു കരാർ, ലെബനൻ വിഷയത്തിൽ ആകെ പറയുന്നൊരു കാര്യം ലെബനനിൽ ഇനി വെടിവെച്ച മുഴങ്ങരുത് എന്നുള്ളത് മാത്രമാണ് ഇറാന്റെ ഡിമാൻഡ്. ഇതിനകത്ത് ഇറാന്റെ ഡിമാൻഡുകളാണ് കൂടുതലും വരുന്നത്. അമേരിക്ക എന്താണ് പറയുന്നതെന്നോ അമേരിക്ക ഡിമാൻഡുകൾ. ഇവിടെയാണ് ട്രംപ് പറയുന്നത് അവര് യുറേനിയം ഒക്കെ എന്റെ കാൽക്കീഴിൽ കൊണ്ട് വെക്കാൻ തയ്യാറായാണ്. ആ യുറേനിയത്തെ കുറിച്ച് പറയുന്നുണ്ട് ഇതിനകത്ത്. അതിൽ പറയുന്ന കാര്യം സമ്പുഷ്ട യുറേനിയം, ഇപ്പോൾ 60% സമ്പുഷ്ട യുറേനിയം ഉണ്ട്. അത് ഞങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് അതിന്റെ അളവ് കുറയ്ക്കുകയാണ്. കാരണം ഈ സമ്പുഷ്ടീകരിച്ച് വെച്ചിരിക്കുന്ന യുറേനിയം മറ്റ് സമ്പുഷ്ടീകരിക്കാത്ത യുറേനിയവുമായി മിക്സ് ചെയ്തുകൊണ്ട് ഞങ്ങൾ അതിന്റെ അളവ് 3.6 കുറയ്ക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്, വാക്കാൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഇസ്രായേലി ഡിമാൻഡുകൾ എന്താണ്? ആണവ കേന്ദ്രങ്ങൾ തകർക്കുക, അതില്ലാതാക്കുക, ആണവ ആയുധങ്ങൾ വികസിപ്പിക്കാതിരിക്കുക, മൂന്നാമത്തെ കാര്യം ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ ഉണ്ടാക്കാതിരിക്കുക. ഇത് മൂന്നും ഈ കരാറിൽ പറയുന്നില്ല. ഇവിടെയാണ് ഈ ഇസ്രായേലിനകത്ത് ഉടക്കി നിൽക്കുന്ന ഒരു കാര്യം. ഇന്നലെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അപ്പനും ഒക്കെ വിളിച്ചെന്ന് തോന്നുന്നു ട്രംപ് ഭയങ്കരമായിട്ട് ഇന്നലെ വയലന്റ് ആകുന്നുണ്ട്. അവൻ ഒറ്റൊരുത്തൻ കാരണമാണ് ഇത് മൊത്തം അലമ്പാക്കുന്നതെന്ന് പറയുന്നു. ഇവിടെ ട്രംപ് ഇത് നിൽക്കുന്നു. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം, ഇതിനിടയിൽ ഹോർമുസിൽ കൂടുതൽ സൈനിക വിന്യാസം നടത്തി ഇറാന്റെ ഡ്രോണുകൾ ഇപ്പോൾ അമേരിക്ക വെടിവെച്ചിട്ടുണ്ട്. വൺവെയർ ഡ്രോണുകൾ. അമേരിക്ക പറയുന്നു ഇത് അതുവഴി കടന്നു പോകുന്ന വാണിജ്യ കപ്പലിനെ ഇറാൻ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോഴാണ് തങ്ങൾ വെടിവെച്ചിട്ടതെന്നാണ് അമേരിക്കയുടെ ഒരു ഭാഷ്യം. ഇതിനിടയിൽ സിരിക് തുറമുഖത്തും ഇറാന്റെ സിരിക് തുറമുഖത്തും ഖേഷം കടലിടുക്കിലും സ്ഫോടന ശബ്ദം കേട്ടതായിട്ട് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ച് അമേരിക്ക പറയുന്നത് അത് ഞങ്ങൾ നടത്തിയ സ്ഫോടനമല്ല, പകരം ഇത് ഇറാൻ അതുവഴി കടന്നു പോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കാനായിട്ട് നടത്തിയ വെടിവെപ്പാണ് ആ സ്ഫോടനം എന്നാണ് പറയുന്നത്. അപ്പൊ വെടിവെച്ച ഇതുവരെ നിലയ്ക്കുന്നില്ല. അവിടെയും ഇവിടെയും ഒക്കെ വെടിവെച്ചുകളുണ്ട്. ഇനി ഇതിന്റെ ഞായറാഴ്ച, നാളെയാണ് നിർണായകം. നാളെ ഇത് ഒപ്പിടുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് കാണേണ്ടതായ കാര്യമാണ്.
അപ്പൊ അതിൽ നിന്ന് വിരുദ്ധമായിട്ട് ഞായറാഴ്ച കരാർ ഒപ്പിടുക എന്നുള്ളതാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ കരാർ ഞായറാഴ്ചത്തേക്ക് വരുന്നത്. സാധാരണ കരാർ ഞായറാഴ്ച വരാറില്ല. ഏതായാലും ഞായറാഴ്ച കരാർ ഒപ്പിടുന്നു എന്നുള്ള രീതിയിലേക്ക് കൂടെ വരുന്നു. ആ ഞായർ കറുത്ത ഞായറാകുമോ വെളുത്ത ഞായറാകുമോ എന്നൊക്കെ ഉള്ളത് അറിയാൻ നാളെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. കാരണം ഒരു ഭാഗത്ത് ട്രംപാണ്, രാവിലെ പറയുന്നതല്ല വൈകിട്ട് പറയുന്നത്. മറുഭാഗത്ത് ഇറാനാണ്. പഴയ ഇറാനല്ല, ഖമേനി പോയതോടുകൂടി തന്നെ ഇറാന്റെ ഭരണചക്രം തിരിക്കുന്നത് RGCയുടെ ഒക്കെ കമാൻഡർമാരടക്കമുള്ളവരാണ്. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും കൂടെ തീരുമാനം. കാരണം ഇതിനകത്ത് ഒരു വിങ് തിരിഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ല. ഇറാനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. മുമ്പ് അവർക്ക് ഖമേനി, ഇതാണ് ഞാൻ പറഞ്ഞത്, ഖമേനി പോകുന്നതുകൊണ്ട് മൊത്തത്തിൽ കളി മാറും അവിടെ. കാരണം ഖമേനി ഉണ്ടായിരുന്നപ്പോൾ ഒരു സുപ്രീം ലീഡർ ഉണ്ടായിരുന്നു അവർക്ക്. ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല സെക്ഷനാണ്. അപ്പൊ ഇതിനകത്ത് കുറെ വിഭാഗം ഇനി സമാധാനത്തിന് ശ്രമിച്ചാലും ഏതെങ്കിലും ഒരു വിഭാഗം വെടിപൊട്ടിച്ചു കഴിഞ്ഞാൽ കഥ മുഴുവൻ മാറിയില്ലേ. കാരണം ഒരു ചെറിയ തീപ്പൊരി മതി വലിയ സംഘർഷത്തിന്. ഈ അവസരം ഇസ്രായേൽ ശരിക്കും മുതലെടുക്കുകയും ചെയ്യും. കാരണം അവരൊരു തക്കം പാർത്തിരിക്കുകയാണ്. കാരണം ഈ കരാറിൽ തന്നെ അവർക്ക് വലിയ താല്പര്യം ഒട്ടുമില്ല. കാരണം അവർ പറയുന്നത് ഞങ്ങൾ ലെബനനെ തുടരുക തന്നെ ചെയ്യും, ലെബനനിൽ അടിയൊന്നും നിർത്താൻ പറ്റില്ല, കാരണം അത് അവരുടെ ലക്ഷ്യമാണ്. അപ്പൊ അത് എന്തിനാണ് ഇവർ സത്യത്തിൽ എന്തിനാണോ അമേരിക്ക ഈ വാർ സ്റ്റാർട്ട് ചെയ്തത്, ഇപ്പൊ അതൊന്നും പറയുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം. അതൊന്നുമല്ല ഇപ്പോഴത്തെ കാരണം. ആകെ ഇതിൽ ഒരു നടന്നു വെച്ചാൽ കഴിഞ്ഞ ഇന്നിപ്പോ 106ാമത്തെ ദിവസമാണ് ഈ യുദ്ധം തുടങ്ങിയിട്ട്. 106ാമത്തെ ദിവസം ഇന്നത്തെ ദിവസം. ഈ 106 ദിവസം കൊണ്ട് ലോകത്തെ മുഴുവൻ ഇട്ട് വട്ടം കറക്കാൻ പറ്റി എന്നുള്ളതല്ലാതെ അതിൽ കവിഞ്ഞ് എന്ത് നേട്ടമാണ് ഈ അമേരിക്ക ഉണ്ടാക്കിയതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. എല്ലാം ഇതിനിടയ്ക്ക് ചൈന ഇറാനിൽ നിന്ന് മാറി റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇറാൻ ഒരു വലിയ തിരിച്ചടിയാണ്. കാരണം ഇറാന്റെ എണ്ണയ്ക്ക് പൈസ കൂടുതലാണ്, അതുകൊണ്ട് റഷ്യൻ എണ്ണ മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവർ അങ്ങോട്ട് തിരിച്ചിട്ട് ഇനിയിപ്പോ അവരുടെ കച്ചവടം ഇവിടെ കിട്ടുമെന്നും അറിയത്തില്ല. പക്ഷെ അതിൽ എന്താണ് ഇവിടെ സത്യത്തിൽ ഈ രണ്ട് രാജ്യങ്ങൾക്കും എന്ത് ലാഭം കിട്ടി? അതിനകത്ത് ആകെ ലാഭം കിട്ടിയ ഒരേ ഒരു രാജ്യം ഇസ്രായേലാണ്. അവർക്ക് ലെബനന്റെ കുറെ അധികം ഭാഗം ഒഴിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു. ഗസയിൽ ഒരു 70% ഭാഗം അവരുടെ കൈവശപ്പെടുത്താൻ കഴിഞ്ഞു. ഇതൊക്കെ അവർ കറക്റ്റായിട്ട് അവർ ചെയ്തു. അതിനകത്ത് എന്തെങ്കിലും ലാഭം ഈ യുദ്ധത്തിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരേ ഒരു രാജ്യത്തിന് മാത്രമേ ഉള്ളൂ, അത് ഇസ്രായേലിന് മാത്രമേ ഉള്ളൂ.